മുൻമന്ത്രി കെ ബാബു ഉടൻ തന്നെ അറസ്റ്റിലേക്ക് നീങ്ങപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ട് തന്നെ അദ്ദേഹം BJP നേതാക്കളുമായി ചർച്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. മന്ത്രി കെ ബാബുവിനെ കുറിച്ച് കൃത്യമായി അറിവുള്ളവർ പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്, അദ്ദേഹം BJPയിലേക്ക് പോകും, അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ തവണ കെ ബാബു ജയിച്ചത് 1232 വോട്ടുകൾക്ക് സഖാവ് M സ്വരാജിനെയാണ് പരാജയപ്പെടുത്തിയത് തൃപ്പൂണിത്തുറയിൽ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം 4500ഓളം വോട്ടുകൾക്ക് പരാജിതനായി. BJPക്ക് കാര്യമായ സ്വാധീനമുള്ള ഗ്രാമപഞ്ചായത്തുകളുള്ള വലിയ രീതിയിലുള്ള മേഖലകൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് അവിടെ ഉള്ള വേരോട്ടം, അതിനെ മറികടക്കാൻ കോൺഗ്രസ് എക്കാലത്തും പയറ്റിയിരുന്നത്, പ്രത്യേകിച്ച് കെ ബാബു അവിടെ ജയിച്ച സമയത്തൊക്കെ പയറ്റിയിരുന്നത് RSSൻ്റെയും BJPയുടെയും വോട്ടുകൾ കൃത്യമായി അദ്ദേഹം വാങ്ങിയിരുന്നു. അതുതന്നെയാണ് ഇക്കുറിയും ചെയ്തതെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം എൻഫോഴ്സ്മെൻറ്റിനെ ഭയന്നു തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കൾ പോകുമോ എന്നുള്ളതിൽ മാത്രമല്ല ഭയം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ അത് വ്യാപകമാകുമ്പോൾ അദ്ദേഹത്തിന് അറസ്റ്റ് വരെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നിർണായക നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിലേക്കാണ് നീങ്ങുന്നതെന്നാണ് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ, അടുത്ത വൃത്തങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻ വരുന്നത്. അങ്ങനെയെങ്കിൽ കെ ബാബു ഉടൻ തന്നെ BJPയിലേക്ക് ചേക്കാറാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഉടൻ തന്നെ ഒന്നെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടോ മിക്കവാറും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമോ ഒരു വലിയ മാറ്റം അവിടെ തൃപ്പൂണിത്തുറയിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. കോൺഗ്രസിൽ നിന്നുള്ള ചില MLAമാർ പതിയെ BJPയിലേക്ക് പോകുന്ന ഒരു സാധ്യതയിലേക്ക് പോവുകയാണ്. നമുക്കറിയാം EC ജോർജ് പണ്ട് UDFൻ്റെ ഭരണം നിലനിർത്താൻ തന്നെ വലിയ തോതിൽ കളി കളിച്ച വ്യക്തിയാണ്. ഉമ്മൻചാണ്ടി ഭരണം 2001 മുതൽ 16 വരെ ഉണ്ടായിരുന്നപ്പോൾ അതിനെ നിലനിർത്താൻ സെൽവരാജ് MLA ഇടതുപക്ഷത്തു നിന്നും ഇളക്കിക്കൊണ്ട് വന്ന് അതിനുവേണ്ടി മധ്യസ്ഥത നിന്നത് PC ജോർജാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല എന്നാണ് അന്ന് ഇടതുപക്ഷം പറഞ്ഞത്. ആ PC ജോർജ് ഇപ്പോൾ BJPയിലേക്ക് പോവുകയാണ്. BJPക്ക് വേണ്ടി ഘോരഘോരം ബാധിക്കുകയാണ്. BJP നേതാവായ ശോഭാ സുരേന്ദ്രൻ PC എന്നാൽ പരമചെറ്റയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ വീഡിയോ കേട്ട PC ജോർജ് പറഞ്ഞു, അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്, ഇന്ന് ഞങ്ങൾ മച്ച കമ്പനിയല്ലേ എന്നൊക്കെയാണ് പറഞ്ഞു വിടുന്നത്. ഏതായാലും ഈ മച്ച കമ്പനിയൊക്കെ ഈ എത്ര നാളത്തേക്കാണെന്ന് മാത്രം അറിയില്ല. പണ്ട് പറഞ്ഞു ചത്താലും ഞാൻ NDAയിലേക്ക് പോവില്ല എന്ന് പറഞ്ഞ ഇതേ PC ജോർജാണ് ഇപ്പോൾ NDAയിലേക്ക് പോയത്. അതുപോലെ തന്നെയാണ് ഇവിടെ മതേതരത്വം കളിച്ചു നടക്കുന്ന കുറേ കോൺഗ്രസ്സുകാർ. അവരൊക്കെ എൻഫോഴ്സ്മെൻറ്റിനെ ഭയന്ന് BJPയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുകയാണ്. ഇടതുപക്ഷത്തിലെ ഒരു വ്യക്തിയെ ഭയപ്പെടുത്തി BJPയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷേ കോൺഗ്രസിനകത്തുള്ള ആളുകളെ ഒന്ന് പേടിപ്പിച്ചാൽ മതി, അവർ വാലും ചുരുട്ടി BJPയിലേക്ക് പോകും എന്ന രീതിയിലേക്കാണ് അവരുടെ മനോഭാവം എന്ന് BJP ഉത്തരേന്ത്യയിലൊക്കെ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യയും അതുപോലെ തന്നെ റീത്ത ബഹുഗുണ ജോഷിയും ഒക്കെ കോൺഗ്രസിൻ്റെ കൊടികൊണ്ട നേതാക്കളായിരുന്നു. അവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഒരു രീതിയിലും നാണമോ ഉളുപ്പോ ലെവലേശ തൊട്ട് തീണ്ടാതെ ഒരു BJPയിലേക്ക് അന്തസ്സായിട്ട് കയറി ചെന്നില്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എങ്ങനെ BJPയിലേക്ക് കൃത്യമായി തന്നെ ഇവരും പോകും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.